ധനം ബിസിനസ് മീഡിയയുടെ ഇന്നത്തെ ബിസിനസ് പൾസിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. കാർ നിർമ്മാതാക്കൾ വിൽപ്പന പ്രതിസന്ധിയിലാണോ? മാരുതി സുസുക്കി ഉൽപാദനം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ജൂൺ വരെയുള്ള 3 മാസത്തിനിടയിൽ ഡിമാൻഡ് കുറഞ്ഞതിന് പിന്നാലെയാണ് ഇത്. ഡിമാൻഡ് കുറഞ്ഞാൽ ഉത്സവ സീസൺ ഓഫറുകൾ കൂടാൻ സാധ്യതയുണ്ട്. വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് പ്രതീക്ഷ നൽകുന്ന കാര്യം. ICICI സെക്യൂരിറ്റീസ് ഇനി ഓഹരി വിപണിയിൽ ഇല്ല. ഡീലിസ്റ്റിംഗിന് കമ്പനി നിയമ ട്രിബ്യൂണൽ അനുമതി നൽകി. 2 ഓഹരി ഉടമകളുടെ പരാതി തള്ളിയാണ് ഉത്തരവ്. ഇനി ICICI സെക്യൂരിറ്റീസ് ICICI ബാങ്കിന്റെ പൂർണ്ണ സബ്സിഡിയറിയാണ്. സെക്യൂരിറ്റീസിന്റെ 100 ഓഹരി കൈവശമുള്ളവർക്ക് ബാങ്കിന്റെ 67 ഓഹരി സ്വന്തം. നമ്മുടെ സ്വന്തം കൊച്ചിൻ ഷിപ്പ്യാർഡ് വളർന്ന് യൂറോപ്യൻ തീരം വരെ എത്തുകയാണ്. 14 കപ്പലുകൾ നിർമ്മിക്കാനുള്ള കരാർ അടുത്തയിടെയാണ് 2 യൂറോപ്യൻ കമ്പനികളിൽ നിന്ന് കിട്ടിയത്. 5 വർഷം കൊണ്ട് അവിടുത്തെ ഇടത്തരം കപ്പൽ വ്യവസായ മേഖലയിലെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും പദ്ധതിയുണ്ടെന്ന് പറയുകയാണ് ചെയർമാൻ മധു എസ് നായർ. ഓഹരി വിപണിയിൽ ഇന്ന് നൈകയാണ് താരം. 19% ഓഹരി വില കുതിച്ചുയർന്നത്. 2022 നവംബറിന് ശേഷമുള്ള വലിയ നേട്ടം. കേരള കമ്പനികളിൽ 5.86% നേട്ടവുമായി മുത്തൂറ്റ് ക്യാപിറ്റലാണ് മുന്നിൽ. അവസാന മണിക്കൂറിൽ നഷ്ടം തിരിച്ചുപിടിച്ചാണ് സെൻസെക്സും നിഫ്റ്റിയും ക്ലോസ് ചെയ്തത്. കല്ലുവെക്കാത്ത വിലക്കയറ്റമാണ് സ്വർണ്ണ വിപണിയിൽ. ഇന്ന് ഗ്രാമിന് വർദ്ധിച്ചത് 50 രൂപയാണ്. പവന് 53,680 രൂപ. വെള്ളിക്ക് വിലയിൽ ഇന്ന് വെള്ളിക്കെട്ടാണ്. അനക്കമില്ലാതെ ഗ്രാമിന് 92 രൂപയിൽ തുടരുന്നു. പ്രവാസികൾ പൊളിയാണ് ബ്രോ. ഇന്ത്യയിലേക്കുള്ള അവരുടെ ബാങ്ക് നിക്ഷേപത്തിൽ കുത്തനെ വളർച്ച. ജൂൺ വരെയുള്ള 3 മാസത്തിനിടയിൽ നിക്ഷേപം $395 കോടി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവുമായി തട്ടിച്ചു നോക്കിയാൽ 79% വളർച്ച. പെരുകട്ടെ, അങ്ങനെ പെരുകട്ടെ. ഇ-കൊമേഴ്സ് സ്ഥാപനങ്ങളുടെ വളർച്ച അഭിമാനിക്കേണ്ട ഒന്നല്ല, ആശങ്കപ്പെടേണ്ട ഒന്നാണെന്ന് പറഞ്ഞിരിക്കുകയാണ് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ഇത് സർക്കാരിന്റെ നയംമാറ്റമാണോ? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇ-കൊമേഴ്സുകാർ ഇന്നാട്ടിലെ വ്യാപാരികളെ ശരിക്കും വലയ്ക്കുന്നുണ്ട്. അതിനിടയിലാണ് മന്ത്രിയുടെ പ്രസ്താവന. ബിസിനസ് ലോകത്ത് ചർച്ച മുറുകുന്നത് അതുകൊണ്ട് തന്നെ. ബിസിനസ് വാർത്താവിശേഷങ്ങൾ വിശദമായി വായിക്കാൻ ധനം online.com.